ധർമ്മസ്ഥല കേസിൽ വൻ വഴിത്തിരിവാണുണ്ടായിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ അറസ്റ്റ് മലയാളികളിലേക്കും വിരൽ ചൂണ്ടുകയാണ്. യൂട്യൂബർമാർ ഉൾപ്പെടെ ക്ഷേത്ര നഗരിയുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു. കേസിൽ വാദി തന്നെ പ്രതിയായതോടെ മനാഫ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണം എന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. ക്ഷേത്രത്തെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചന ഉൾപ്പെടെ കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ചിന്നയ്യയ്ക്ക് മാവോയിസ്റ്റ് ബന്ധമുള്ളതായും സൂചന. അരുൺ ആലത്തൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ധർമ്മസ്ഥല കേസിൽ വൻ വഴിത്തിരിവാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഈ ആരോപണം നടത്തിയ ആൾ തന്നെ താൻ സമ്മർദ്ദ ഫലമായിട്ടാണ് ഇത്തരം ആരോപണം നടത്തിയത് എന്ന് തുറന്ന് സമ്മതിക്കുകയും തുടർന്ന് ചിന്നയ്യ കസ്റ്റഡിയിലാകുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ചിന്നയ്യയ്ക്ക് പിന്നിലാര്? അതുമാത്രമല്ല, മലയാളി ബന്ധങ്ങൾ ഇവിടെ മാധ്യമങ്ങൾക്കടക്കം ഈ വാർത്ത നൽകുകയും അതോടൊപ്പം തന്നെ യൂട്യൂബിലടക്കം AI ഉപയോഗിച്ച് പലതരത്തിലുള്ള വ്യാജ വീഡിയോകളും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തവരിലേക്ക് കൂടി അന്വേഷണം കൃത്യമായി എത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു വഴിത്തിരിവിലേക്ക് തന്നെയാണോ ഇനി അന്വേഷണ സംഘം കടക്കുക? തീർച്ചയായിട്ടും ധർമ്മസ്ഥലയിൽ ഇനി കൂടുതൽ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് ശക്തമാവുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ മുഖംമൂടി ധരിച്ച ചിന്നയ്യ എന്നയാളെ SIT സംഘം, പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഈ ചിന്നയ്യയെ കൂടുതൽ ചോദ്യം ചെയ്ത് ഇതിൻ്റെ പിന്നിൽ ആരാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഏതായാലും SIT സംഘവും അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ ക്ഷേത്ര പരിസരത്തേക്ക് ഒരുപാട് ഹൈന്ദവ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളുമായി മറ്റുമൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും, ഒപ്പം ക്ഷേത്രത്തിനും അവിടുത്തെ ട്രസ്റ്റിനും പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധങ്ങൾ ഓരോ ദിവസവും നിരവധി ആളുകൾ, ഭക്തരുടെ സംഘങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം പൊതുവിലെ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ അവിടുത്തെ വിശ്വാസി സമൂഹം പറയുന്നത് ഇതിന് പിന്നിലൊരു കൃത്യമായ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് അത് ഇടത് ഇസ്ലാമിക ആളുകളാണ് എന്നുള്ളതാണ്, ഇടത് ജിഹാദി സംഘമാണ് എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് പറയുന്നത്. മാത്രമല്ല, ഈ മനാഫ് അതുപോലെ തന്നെ സമീർ തുടങ്ങിയ ആളുകളുടെ, സമീർ MD എന്നിവരുടെയൊക്കെ ഈ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യവും ഉയരുന്നുണ്ട്. BJPയുടെ ഉടുപ്പിയിൽ നിന്നുള്ള MP ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായ്ക്ക് കത്ത് നൽകുകയുണ്ടായി. പ്രധാനമായിട്ടും NIA ഈ വിഷയം അന്വേഷിക്കണം, EDയും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം എന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമിത്ഷായ്ക്ക് ഉടുപ്പിയിൽ നിന്നുള്ള BJP MP കത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ ഗൂഢാലോചന മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ വേണമെന്നുള്ളൊരാവശ്യമാണ് ശക്തമാവുന്നത്. അതേസമയം തന്നെ ഈ മുഖംമൂടി ധരിച്ച ചിന്നയ്യ ഇന്നലെ അറസ്റ്റിലായതിനു ശേഷം, അതായത് 17 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ്. അരുൺ ആലത്തൂരിലേക്ക് പോവുകയാണ്. അരുൺ, അന്വേഷണം ചിന്നയ്യയിലേക്ക് മാത്രം ഒതുങ്ങാൻ പാടുള്ളതല്ല. ചിന്നയ്യയുടെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചു എന്നുള്ളതുകൂടി കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഒരു പക്ഷേ അതിലേക്ക് തന്നെ അന്വേഷണ സംഘം നീങ്ങിയാലല്ലേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ ചിന്നയ്യയെ കൂടുതൽ ചോദ്യം ചെയ്ത് ചിന്നയ്യയ്ക്ക് പുറകിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നുള്ളത് ചിന്നയ്യയും അതുപോലെ തന്നെ ഈ സുജാത ഭട്ടും അതുപോലെ ഗിരീഷും ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം ഡൽഹിയിലേക്ക് പോയതായിട്ട്, കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഡൽഹിയിലേക്ക് പോയതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മലയാളിയായ ജയന്ത് T ഉൾപ്പെടെയുള്ള 4 അംഗ സംഘം ഡൽഹിയിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് ഇവർ ഒരു നേതാവിനെയും ഒപ്പം ഒരു അഭിഭാഷകനെയും സന്ദർശിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. ആ നേതാവ് ആരായിരുന്നു? ഡൽഹിയിൽ ചെന്ന് ഇവർ കണ്ട നേതാവ് ആരായിരുന്നു? ആ അഭിഭാഷകൻ ആരായിരുന്നു? ഈ വിഷയങ്ങളിലൊക്കെ കൂടുതൽ അന്വേഷണം വേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പുറകിലെ ഗൂഢാലോചന, ആ ഗൂഢാലോചനയിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് നിരവധി യൂട്യൂബ് ചാനലുകൾ വരുന്നു. അതിൽ തന്നെ ഈ സമീർ MD എന്നുള്ള യൂട്യൂബ് ചാനലിൽ വലിയ രീതിയിൽ സാമ്പത്തിക ചിലവുള്ള തരത്തിലുള്ള വീഡിയോകളാണ് ക്ഷേത്രത്തിനെതിരെയും ഈ ക്ഷേത്ര നഗരിയായ ധർമ്മസ്ഥലക്കെതിരെയും ഒക്കെ ആ യൂട്യൂബ് ചാനലിൽ നിരന്തരം ഇട്ടുകൊണ്ടേ ഇരുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആ പ്രദേശത്തെ നിരവധി ആളുകൾ പറയുന്നു, കൂടുതലും മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തി വാസ്തവവിരുദ്ധമായ വാർത്തകൾ തുടരെ
നൽകിക്കൊണ്ടേയിരുന്നു. അതിന് പുറകിലൊക്കെ സാമ്പത്തിക സ്രോതസ് കൂടെ ഉണ്ട്. അത് ആരൊക്കെയോ ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അൽ ജസീറ പോലും ഒരു രാജ്യത്തെ ഭാരതത്തിലെ ഒരു ക്ഷേത്രം, അതും കർണാടകയിലെ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര നഗരി, അവിടുത്തെ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ പോലും അവിടേക്ക് എത്തിയെങ്കിൽ അത് എന്തോ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ള വലിയ ആരോപണം തന്നെയാണ് ഉയരുന്നത്. അത് വെളിവാകണമെങ്കിൽ അതിന് ഈ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ചിന്നയ്യയെ കൂടുതൽ ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിൽ ഇപ്പോൾ ഏതായാലും വാങ്ങി 10 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. 10 ദിവസത്തെ കസ്റ്റഡിയിൽ കൂടുതൽ ചോദ്യം ചെയ്ത് മറ്റ് കണ്ണികളിലേക്ക് പോയി അവരുടെ അറസ്റ്റ് ഉൾപ്പെടെ വേണം എന്നുള്ള ആവശ്യമാണ്. നിലവിൽ വിശ്വാസികൾ പറയുന്നത് ഈ സുജാത ഭട്ടിനെ നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന്, അവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവരെ ആരോഗ്യ കാരണങ്ങളൊക്കെ പറഞ്ഞ് ചില നാടകീയ രംഗങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ചോദ്യം ചെയ്യലിന് ഹാജരാവാതിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ തന്നെ അവരെ ചോദ്യം ചെയ്ത് അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും SIT സംഘം കടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സുജാത ഭട്ടും അതുപോലെ തന്നെ ചിന്നയ്യ, ഈ 2 വ്യക്തികൾക്കപ്പുറം ജയന്ത് ടി ആണെങ്കിലും ഗിരീഷ് മട്ടണ്ണ ആണെങ്കിലും അതല്ലെങ്കിൽ ഈ മനാഫും അതുപോലെ തന്നെ യൂട്യൂബറായ സമീർ MD ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ വലിയ ഒരു കണ്ണികൾ തന്നെ ഇതിന് പുറകിലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വിശ്വാസികൾ ആരോപിക്കുന്നത്. ഒപ്പം കർണാടകയിൽ നിന്നുള്ള കന്നഡ ചാനലുകൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ ഇതിൽ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഉണ്ട്. ആ നെറ്റ്വർക്കിനെ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരണം. അവരുടെ മോട്ടീവ് എന്തായിരുന്നു? അതായത് ഇത്തരത്തിലൊരു നമുക്കറിയാം മൂകാംബികയും അതുപോലെ തന്നെ ഉടുപ്പിയും ഒക്കെ പോലെ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് മഞ്ജുനാഥസ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ആ മഞ്ജുനാഥസ്വാമി ക്ഷേത്രത്തെ തകർക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി ഇതിനുവേണ്ടി ഇവർ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മോട്ടീവ് എന്താണ്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഇതെല്ലാം വിശദമായി